ബിഗ് ബോസ് സീസൺ 6 മലയാളം. എല്ലാവരും കാത്തിരുന്ന പോലെ ജാസ്മിൻ്റെ പേരൻസ് വന്നു. പക്ഷേ എല്ലാവരും കാത്തിരുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല. ബട്ട് ഹാപ്പി ടു സീ ദാറ്റ് അവരെല്ലാവരും സന്തോഷമായിട്ട് അവരുടെ മകളോട് ക്ഷമിച്ച് വളരെ മെച്യൂരിറ്റിയോടെ ബിഹേവ് ചെയ്യുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. പിന്നെ വളരെ സന്തോഷം തോന്നി ചില ഹിൻസൊക്കെ പേരൻസ് പറഞ്ഞ് കൊടുത്തപ്പോൾ മേ ബി കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന പയ്യനുമായിട്ട് കോംപ്രമൈസ് ആയ പോലെ ഒരു ഹിൻഡ് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നല്ലത്. കാരണം ജാസ്മിൻ വന്നിട്ട് സംസാരിച്ചിട്ട് അതെന്താണ് എന്നുള്ളത് അവർ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും ബെറ്റർ. അവരുടെ ഫ്യൂച്ചർ, അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊക്കെ. നമുക്ക് ഗെയിമിനെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാം. പിന്നെ പുള്ളി അപ്സരയും ജാസ്മിനും തമ്മിലുള്ള അടി സോഷ്യൽ മീഡിയയിൽ വന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ റസ്മിൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നോർമൽ ക്വയറ്റ് ഹാപ്പി പേരൻസ്. പിന്നെ റസ്മിൻ്റെ കുട്ടിയിലെ ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ റസ്മിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു ചെറിയ ഡൗട്ട് തോന്നി. നോക്കാം റസ്മിൻ അത് പറയുന്നുണ്ടോ ഇല്ലയെന്ന്. കല്യാണം അന്നൊക്കെ പറയുമ്പോഴേക്കും റസ്മിൻ ഓടി ഒളിക്കുന്ന പോലെ തോന്നി. റസ്മിൻ കുട്ടിക്കാലം മുതലേ ട്രൗസറൊക്കെ ഇടുന്നൊക്കെ പറയുന്നു. അടുത്തത് അർജുൻ ശ്രീതു ആണ്. മനഃപൂർവ്വം ശ്രീതു അർജുൻ്റെ തലയിലോട്ട് ബ്ലെയിം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. വളരെ കണ്ണിങ്ങായിട്ട് എല്ലാം നീ കാരണമാണ്, നീതാനെ സൊന്നെ, നീതാനെ പറഞ്ഞ്, നീതാനെ ആരംഭിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നമുക്ക് അർജുൻ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ കണ്ണിങ്ങില്ല. കുറച്ച് നോട്ടിയാണ്, ഗെയിം കളിക്കും, അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശ്രീതു ഭയങ്കര പ്ലാനിങ്ങോടെ ചെയ്യുന്നു. അടുത്തത് ജിൻഡോയ്ക്ക് നല്ല പേടി ബാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ജിൻഡോ ജയിക്കുമോ ജയിക്കത്തില്ലേ, എല്ലാവരും കൂടെ ഗെയിം ചെയ്യുന്നുണ്ടോ, നന്ദനയ്ക്ക് പെട്ടി കൊടുത്തിടണമെന്ന് പറഞ്ഞ് സിജോയും സായും കൂടെ പോയി പറയുമ്പോഴൊക്കെ ജിൻഡോ വിചാരിക്കുന്ന ജിൻഡോയെ കളിപ്പിക്കാനാണെന്ന് വിചാരിച്ചിട്ട് ജിൻഡോയ്ക്ക് കുറേ പേടിയൊക്കെ വരുന്നുണ്ട്. ജിൻഡോ ഇത്ര സ്ട്രോങ് ആണെന്ന് ജിൻഡോയ്ക്ക് അറിയുന്നില്ല, അറിഞ്ഞോളും. പിന്നെ ആസ് യൂഷ്വൽ ടാസ്കിൽ നല്ലതായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. ജിൻഡോ ജഡ്ജായിരുന്നു. ഫസ്റ്റ് ടൈം ഇൻ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ ഒരു ഫെയർ ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു, ടാസ്ക് കൊള്ളാമായിരുന്നു. എല്ലാവരും ചെയ്തിട്ട് പോന്നു. ബാക്കി എല്ലാവരും മ്യൂട്ടഡാണ്. അത്രയ്ക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് അവിടെ ആരും ഒന്നും ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല. അപ്സര ജാസ്മിൻ്റെ പേരൻസ് വന്ന് ജാസ്മിനെ ഫയർ ചെയ്യാത്തതിൽ അപ്സരയ്ക്കും സിജോയ്ക്കും സായിക്കും അഭിഷേകിനും ഋഷിക്കുമൊക്കെ ചെറിയ അത്ഭുതവും നിരാശയൊക്കെ ഉണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചത് വേറെയാണ്. വീട്ടുകാർ ഇവളെ ഉപേക്ഷിച്ചു, വീട്ടുകാർ വന്നിട്ട് നോക്കില്ല, അതിൻ്റെയൊക്കെ നിരാശയിൽ അങ്ങനെ പോകുന്നു. നോക്കാം.